ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പൂർണിമയാണല്ലോ. ഈ സമയത്ത് എന്താവും വിളിക്കുന്നത്? ഹലോ ഹലോ ആന്റി, പൂർണിമയാ. ആ, മനസ്സിലായി മോളെ. എന്താ ഈ സമയത്ത്? വിവാഹത്തിന്റെ കാര്യങ്ങൾ വല്ലതും സംസാരിക്കാനാണോ? അല്ല, ഞാനിപ്പോ വിളിച്ചത് മറ്റൊരു കാര്യം സംസാരിക്കാനായിരുന്നു. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആന്റി, എനിക്ക് ആന്റിയുടെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു, അതിനാ വിളിച്ചേ. എന്റെ ഹെൽപ്പോ? അത് ഇന്ദ്രപ്രസ്ഥത്തിലെ പൂർണിമയ്ക്ക്. ദേ, വെറുതെ എന്നെ കളിയാക്കല്ലേ. ആർക്കാരുടെ സഹായം എപ്പോഴൊക്കെയാ വേണ്ടി വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ ആന്റി. അതും ശരിയാ. ആന്റി, എനിക്ക് അവിടുത്തെ ദുർഗയുടെ നമ്പർ ഒന്ന് വേണമായിരുന്നു. ദുർഗയുടെ നമ്പറോ? അതെ, ദുർഗ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് ധ്വനിമോളെ ചേർക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ. അയ്യോ പൂർണിമ, അത് പൂർണിമ വിചാരിക്കുന്ന പോലെ ഒരു വലിയ സ്കൂളൊന്നുമല്ല. പ്രത്യേകിച്ച് പൂർണിമയെ പോലെ ഒരാളുടെ മകളെ അവിടെ ചേർക്കാൻ കൊള്ളില്ല. അവിടെ തീരെ ദരിദ്രവാസി പിള്ളേര് പഠിക്കുന്ന സ്കൂളാ. ആന്റി, എനിക്ക് വേണ്ടത് എന്റെ മോളെ സുരക്ഷിതമായി പറഞ്ഞുവിടാനും അവളുടെ കുറവുകളെ മനസ്സിലാക്കി അവളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിവുള്ള ടീച്ചേഴ്സ് ഉള്ള സ്ഥലവാ. പറഞ്ഞു കേട്ടിടത്തോളം ദുർഗ അത്തരം നല്ലൊരു ടീച്ചർ തന്നെയാ. അതുകൊണ്ട് ആന്റി ആ നമ്പർ ഒന്ന് തരണം. അല്ല, എന്നാലും പൂർണിമ... അല്ല, ആന്റിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വഴിക്ക് നമ്പർ കണ്ടെത്തിക്കോളാം. അയ്യോ, ബുദ്ധിമുട്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഞാൻ നമ്മുടെ ധ്വനിമോളെ കുറിച്ച് ഓർത്ത് പറഞ്ഞതാ. നമ്പർ ഇപ്പൊ തന്നെ തരാം. താങ്ക് യു ആന്റി, പറഞ്ഞോളൂ. ഞാനൊന്ന് സ്പീക്കറിലിടട്ടെ. 8547676295. ഓക്കെ ആന്റി, എന്നാ ഞാൻ ദുർഗയെ വിളിച്ചോളാം. ശരി മോളെ. എന്താ നാത്തൂനെ? ആകെ ടെൻഷനായല്ലോ ഗിരിജ. എന്താ, എന്തു പറ്റി? ആ പൂർണിമ ഫോൺ ചെയ്തിരുന്നു. എന്തിന്? പൂർണിമയുടെ കൊച്ചിനെ ദുർഗ പഠിപ്പിക്കുന്ന സ്കൂളിൽ ചേർക്കാൻ. ദുർഗയുടെ നമ്പർ ചോദിച്ചാ വിളിച്ചത്. ദുർഗയുടെ നമ്പറൊന്നും അവർക്ക് കൊടുക്കുകയൊന്നും വേണ്ട. അവളുമായിട്ടുള്ള ഒരു തരത്തിലുള്ള ബന്ധവും പൂർണിമയും വീട്ടുകാരും തമ്മിൽ ഉണ്ടാക്കാൻ നമ്മളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഞാനും അങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നതാ. പക്ഷേ നമ്പർ കൊടുക്കാതെ ഒരു വഴിയും ഇല്ലാത്ത അവസ്ഥയായിപ്പോയി. അതെന്താ? ഞാൻ കൊടുത്തില്ലെങ്കിലും പൂർണിമയ്ക്ക് നമ്പർ കിട്ടും. ആ സ്കൂളിൽ വിളിച്ച് ചോദിച്ചാലും പോരെ? അവർക്കൊക്കെ എല്ലാവരുമായിട്ട് നല്ല ബന്ധമുള്ളതല്ലേ. അത് ശരിയാ, ഞാൻ അത്രയ്ക്കും കൂടി ചിന്തിച്ചില്ല. അവളുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞ് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ദുർഗയും പൂർണിമയും തമ്മിൽ അടുത്താ അത് നമുക്ക് ദോഷം ചെയ്യും. അവര് തമ്മിൽ സംസാരിക്കാതിരിക്കാൻ എന്താ ഒരു വഴിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. നാത്തൂൻ ടെൻഷനാവാതിരിക്കേ. തൽക്കാലം അവര് തമ്മിൽ സംസാരിക്കാതിരിക്കാനുള്ള വഴി ഞാൻ ചെയ്തോളാം. ആണോ? ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ.